ഹായ് ഗായ്സ്, ജസീമ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഒരു അമ്മയുടെ വിഷമം എന്നോട് പറഞ്ഞു. ഞാനെന്തെങ്കിലും പ്രത്യേകിച്ച് എനിക്കിതുപോലെ ഒരു വിഷയങ്ങൾ കിട്ടുമ്പോൾ മാത്രമേ ഞാൻ വീഡിയോ ഇടാറുള്ളൂ, അല്ലെങ്കിൽ എല്ലാ ഷോർട്സാണ് ഇടുന്നത്, നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ അവൾ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു അമ്മയുടെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഈ അമ്മയ്ക്ക് 2 മക്കളാണ്, ഒരു മോളും ഒരു മോനും. അപ്പോൾ ഈ അമ്മായും അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിനിടയ്ക്ക് വിദേശത്ത് പോയി അമ്മ ഒരുപാട് സമ്പാദിച്ചു കൊണ്ടുവന്നപ്പോൾ അമ്മയുടെ മോൻ ഒന്നുമില്ലാതിരുന്ന മോന് വലിയ വീടായി, കാറായി, അവൻ്റെ കയ്യിൽ നിറയെ എപ്പോൾ നോക്കിയാലും കാശുമുണ്ട്. മകളെ കെട്ടിച്ചു വിട്ടു. മകൾ ഒരുവിധം സുഖമായിട്ടാണ് കഴിയുന്നത്. എങ്കിലും മകൾക്ക് ഈ അമ്മ മാസം 10,000 രൂപ വെച്ച് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം മക്കൾക്ക് എത്രയുണ്ടെങ്കിലും അമ്മമാർക്ക് എത്ര മക്കൾക്ക് കൊടുത്താലും അവർക്ക് തികയത്തില്ല. അപ്പം ഈ അമ്മയും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അമ്മ നാട്ടിലോട്ട് വരുന്നത് ഈ മക്കൾക്ക് ഇഷ്ടമല്ല. അമ്മ അവരെ പലതവണ അമ്മ വിളിക്കുമ്പോൾ ഒരു തവണ എങ്ങാനും ഈ മക്കൾ ഫോണെടുത്ത് ഒന്ന് സംസാരിച്ചാലേ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ അമ്മ സ്വാഭാവികമായിട്ടും ജോലിയൊക്കെ ചെയ്ത് ഇപ്പോൾ ഗൾഫിലാണെന്ന് പറഞ്ഞ് അവർക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ വരുമല്ലോ. അപ്പോൾ ഈ അമ്മ ജോലി ചെയ്യാൻ നിന്ന വീടെന്ന് പറയുന്നത് വീട്ടുകാരും ഈ അമ്മയോട് ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ആ വീട്ടിലൊരംഗത്തെ പോലെ തന്നെയാണ് അവർ ഈ അമ്മയെ കണ്ടുകൊണ്ടിരുന്നത്. ഈ അമ്മയ്ക്ക് വയ്യാതാകുമ്പോൾ അവർ പറയും, അമ്മ ജോലിയൊന്നും ചെയ്യേണ്ട, അമ്മ നാട്ടിലേക്ക് പോയി ചെന്ന് അത് ട്രീറ്റ്മെൻറ്റ് വേണ്ടി ചെയ്തിട്ട് സുഖമായിട്ട് വന്നാൽ മതിയെന്ന് പറയാറുണ്ട്. പക്ഷേ അമ്മയ്ക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ അവിടെ പിടിച്ച് നിന്നു. പക്ഷേ കാലങ്ങൾ മുമ്പോട്ട് പോകവേ ഈ അമ്മയ്ക്ക് തീരെ വയ്യാതായി. അപ്പോൾ ഈ അമ്മ മോനെ വിളിക്കുമ്പോൾ മോൻ ഫോൺ എടുക്കത്തില്ല. മോളെ വിളിക്കുമ്പോൾ മോള് പറയും, അമ്മയ്ക്കിപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് എന്താണ് അത്യാവശ്യം, അമ്മ ഇപ്പോഴെങ്ങും വരണ്ട, അമ്മ കുറച്ച് നാളുകൂടെ അവിടെ ഇരിക്കുന്നു പറയും. അപ്പോൾ മോള് അമ്മ വരാൻ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം മോൾക്ക് അയച്ചു കൊടുക്കുന്ന 10,000 രൂപ മോള് ചിട്ടിക്കും പാട്ടത്തിനുമൊക്കെ കൊടുത്തിട്ട് അമ്മ അമ്മയെ വെച്ച് ഇങ്ങനെ മുതലാക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് മോൾക്ക് അമ്മ നാട്ടിലേക്ക് വരുന്നത് ഇഷ്ടമല്ല. ഈ മോനാണെങ്കിലും ഫോൺ എടുക്കാതിരിക്കുമ്പോൾ അമ്മ ഈ മോളെ വിളിക്കും, ചേട്ടൻ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ, എന്തു പറ്റി? അപ്പോൾ മോളാണ് പറയുന്നത്, അമ്മ ഇപ്പോൾ നാട്ടിലോട്ട് വരുന്നതിനോട് ചേട്ടന് താല്പര്യമില്ല, അമ്മ ഇപ്പോൾ വരണ്ട. അപ്പോൾ 2 മക്കൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു അമ്മയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അമ്മ നിസ്സഹായ അവസ്ഥയിലായി പോകും. എങ്കിലും അമ്മ പറഞ്ഞു, ഒരു ദിവസം മക്കളോട് വിളിച്ച് പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞു. അമ്മ, ഞാൻ ഇത്ര സമയം വരും, ഈ ഫ്ലൈറ്റിലാണ് വരുന്നത്, ഇന്ന എയർപോർട്ടിൽ ഞാൻ ഇറങ്ങും, ഇതൊക്കെ പറഞ്ഞു. ഈ 2 മക്കളിൽ ഒരാൾ പോലും അമ്മയെ ചെന്ന് കാത്തു നിന്നിട്ടുമില്ല, കൂട്ടിക്കൊണ്ട് വരാൻ ശ്രമിച്ചിട്ടുമില്ല. മോൻ അമ്മ പോകുമ്പം പഴയ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ വീട്ടിൻ്റെ മുറ്റത്ത് വന്നപ്പോഴത്തേക്കും അവിടെ വേറെ വീടും കാര്യങ്ങളൊക്കെ. പിന്നെ അമ്മ ആരോടൊക്കെ ചോദിച്ചാണ് മോൻ്റെ വീട് കണ്ടെത്തി. ആ വീടിൻ്റെ മുറ്റത്ത് ചെന്നപ്പോഴത്തേക്കും ആ വീട് വലിയ ഗേറ്റൊക്കെ ഇല്ലേ, അത് പൂട്ടി അവർ താക്കോലും കൊണ്ട് എവിടെയോ തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണെന്ന് പറയുന്നു. മോളുടെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ കൊണ്ടുവന്ന ലഗേജ് കാര്യങ്ങളൊക്കെ അമ്മ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മോള് പറഞ്ഞ്, അമ്മ വന്നതൊക്കെ ശരി, ഒരു ചായയോ വടയോ എന്തോ കൊടുത്തിട്ട് പറഞ്ഞ്, അമ്മ വന്നതൊക്കെ ശരി, ഈ വീട്ടിൽ നിൽക്കാനൊന്നും പറ്റത്തില്ല, എൻ്റെ അമ്മായിയമ്മയൊക്കെ ഭയങ്കര ആളുകളാണ്, നമുക്ക് മനസ്സിലാവുമല്ലോ, ഊഹിക്കാമല്ലോ, അങ്ങനെ പറഞ്ഞു. അമ്മ കൊണ്ടുവന്ന എന്തൊക്കെയാ സാധനങ്ങൾ അതൊക്കെ അവൾ എടുത്ത് കാണും, അതങ്ങനെയാണല്ലോ. പാവം അമ്മ, മോളുടെ വീട്ടിലും അമ്മയ്ക്ക് സ്ഥാനമില്ല, മകൻ്റെ വീട്ടിലും സ്ഥാനമില്ല, എങ്ങോട്ട് പോകണമെന്നറിയാതെ അമ്മ വല്ലാതെ വിഷമിച്ച് നിന്നൊരു ഘട്ടമുണ്ടായി. ആ സമയത്ത് തന്നെ അമ്മ ആരോടോ ഇങ്ങനെ പറഞ്ഞിരുന്നെന്ന് തോന്നുന്നു, എനിക്കൊരു ജോലി വേണം. ഇത്രയും വർഷങ്ങൾ ഗൾഫിൻ്റെ പ്രദേശത്തിരുന്ന് ഇത്രയും കാശ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരമ്മയുടെ വിഷമാവസ്ഥയാണ് ഈ പറയുന്നത്. ഇതിനിടയ്ക്ക്
അമ്മ നാട്ടിലേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോൾ അമ്മ നിന്ന ഗൾഫിലെ വീട്ടുകാർ അമ്മയ്ക്കൊരു 3 ലക്ഷം രൂപ കൊടുത്തു. ആ 3 ലക്ഷം രൂപ കിട്ടിയ പാടെ അമ്മ മകൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു. അപ്പം പിന്നെ GPay ഉള്ളതുകൊണ്ട് പിന്നെ എന്തും ആകാമല്ലോ. ഈ പൈസ കിട്ടിയോണ്ടേ ഈ മോൻ വീടിന് വലിയ ചുറ്റുമതിൽ കിട്ടി. അതായത് ഒരാളും വീടിനകത്തോട്ട് എത്തി നോക്കാത്ത വിധത്തിലുള്ള വലിയ മതിൽ കെട്ടി ബാക്കി പൈസയൊക്കെ അടിച്ചു പൊളിച്ച് കാരണം ബാക്കിയും കൊണ്ടായിരിക്കും തീർത്ഥയാത്രയ്ക്ക് പോയേക്കുന്നത്. അമ്മയെ നോക്കാതെ തീർത്ഥയാത്രയ്ക്ക് പോയിട്ട് എന്ത് കാര്യമൊന്നും അറിയാൻ വയ്യ. എന്തായാലും പോയി. അങ്ങനെ എന്തായാലും അമ്മയുടെ ഭാഗ്യത്തിന് അമ്മയ്ക്കൊരു ഹോം നേഴ്സായിട്ട് ഒരു സ്ഥലത്ത് ജോലി കിട്ടി. ഇത്രയും നാൾ അവിടെ ഇരുന്ന് സമ്പാദിച്ച് കൂട്ടി എല്ലാ മക്കൾക്ക് വേണ്ടി ചിലവാക്കിയിട്ട് നാട്ടിൽ വന്ന് ഒന്ന് വിശ്രമിക്കാമെന്ന് പറഞ്ഞപ്പം മകളുടെ വീട്ടിലും അമ്മയ്ക്ക് സ്ഥാനമില്ല, മകൻ്റെ വീട്ടിലും അമ്മയ്ക്ക് സ്ഥാനമില്ലാതെ ഈ വയസ്സായി ആരോഗ്യവും നശിച്ച് വന്ന അമ്മ വീണ്ടും ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എന്തൊരവസ്ഥയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ അമ്മ മക്കൾ അന്വേഷിക്കുന്നില്ലെന്ന് കേസിനും കൂട്ടത്തിനൊന്നും പോകാനോ മക്കൾക്കെതിരെ ആരോടെങ്കിലും പരാതി പറയാനോ ഒന്നും പോയില്ല. അത് അമ്മയുടെ ഒരു നല്ല മനസ്സ്. നാട്ടുകാരോടും അമ്മ ഒരു പരാതിയും മക്കളെക്കുറിച്ച് പറഞ്ഞില്ല. അമ്മ ഹോം നേഴ്സായിട്ട് ഒരു വീട്ടിൽ നിൽക്കാൻ കിട്ടി, അവിടെ പോയി ചെന്ന് അമ്മ കഴിയുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അമ്മ അവിടെ ഹോം നേഴ്സായിട്ട് കഴിയുന്നുണ്ടായിരിക്കാം എത്ര നാൾ? ഈ അമ്മയ്ക്ക് ഇനിയും ആരോഗ്യം ക്ഷയിച്ച് വരുമല്ലേ? അപ്പോൾ ആ വീട്ടിലുള്ളവർ അമ്മ എത്രത്തോളം, അല്ലെങ്കിൽ ആ അമ്മ നോക്കാൻ നിന്ന ഒരു വ്യക്തിയായിരിക്കും, അവരെത്ര നാൾ ഈ അമ്മ അവിടെ നിർത്തും? അപ്പോൾ അമ്മ സമ്പാദിച്ചത് മുഴുവനും അമ്മയുടെ നിന്ന് ഊറ്റി അവസാനം വേറെ ചണ്ടിയായപ്പം നിഷ്കരുണം അമ്മയെ തള്ളിക്കളഞ്ഞ ഈ മക്കളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ വന്നപ്പോഴത്തേക്കും അമ്മയെ ഒരു 10 ദിവസം വീട്ടിലൊന്ന് നിർത്തി അമ്മയുടെ ആരോഗ്യമൊക്കെ ഒന്നൊക്കെ, അമ്മ ഇത്ര നാൾ ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചതില്ലേ, അമ്മയെ ഒന്ന് നിർത്തി നോക്കി. രണ്ടുപേരും 5 ദിവസം മാറി നിർത്തി നോക്കിയിട്ട് അമ്മ എവിടെയെങ്കിലും ഒരു ജോലി അന്വേഷിക്കുക അമ്മ എന്ന് മാന്യമായിട്ട് അമ്മയോട് പറഞ്ഞെങ്കിലും അമ്മ ഒരു ജോലി കണ്ടെത്തി പോകുമായിരുന്നു. ഇത്രയും നാളും ആ സ്ത്രീ വിദേശത്തിരുന്ന് സമ്പാദിച്ചത് മൊത്തം ഈ 2 മക്കൾക്ക് വേണം. 10,000 രൂപ അവർ പോയ കാലം മുതൽ, ആദ്യമൊക്കെ ശമ്പളമൊക്കെ കുറവായിരിക്കും, അവർക്ക് നല്ല സാലറി കിട്ടിയ സമയം മുതലായിരിക്കും അവർ 10 രൂപ വെച്ച് അയച്ചു കൊടുത്തതാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവൾ ചിട്ടി തുടങ്ങി, അവൾക്ക് എന്തായാലും നല്ലൊരു കുടുംബജീവിതമാണുള്ളത്. അതിൻ്റെ കൂടെ അമ്മ 10,000 രൂപ വെച്ച് അയച്ചു കൊടുത്താൽ എന്ത് മോശം. അപ്പോൾ ഇതെല്ലാം അമ്മയുടെ നിന്ന് വാങ്ങിച്ച് എല്ലാം മുതലാക്കിയിട്ട് ആ പെറ്റമ്മയില്ലേ, ഇത്ര നാൾ ഈ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ അവർ വിദേശത്തിരുന്ന് കഷ്ടപ്പെട്ടത്. അപ്പോൾ അവർക്ക് നടുവിനാണ് വേദനയെന്ന് പറയുന്നത്. അപ്പോൾ ആ നടുവിന് വേദനയുള്ള അമ്മയെ കൊണ്ടുപോയി ഒന്ന് ചികിത്സിക്കാനോ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ അവരുടെ ഒരു കാര്യങ്ങൾ അന്വേഷിക്കാനോ മുതിരാതെ അമ്മയെ നിഷ്കരണം തള്ളിക്കളഞ്ഞ് ഈ ദുഷ്ട പിശാചുക്കളായ മക്കൾ, അങ്ങനെ തന്നെ പറയാം, 2 എണ്ണവും അത് തന്നെയാണ്. ആ അമ്മയുടെ പൈസയും കൂടെ വെച്ചല്ലേ ആ വീടെല്ലാം ഇത്രയും നല്ല ഇതാക്കിയത്. അപ്പോൾ അമ്മ താക്കോൽ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ സ്ഥലത്തില്ല, ഗേറ്റ് തുറന്ന് അമ്മ അകത്ത് കയറിയിരിക്കണം എന്ന് ഈ മകൻ ഒരു വാക്ക് അമ്മയോട് പറഞ്ഞില്ലല്ലോ. ആ അമ്മ ചെന്നല്ലേ ഉള്ളൂ, ഒരു ദിവസം അമ്മയെ അവിടെ നിർത്തിയില്ലല്ലോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമം തോന്നി. എൻ്റെ അടുത്ത് പറഞ്ഞു, ആ അമ്മ എൻ്റെ വീട്ടിലെങ്ങാനും വന്നെങ്കിൽ ഞാൻ പൊന്നുപോലെ നോക്കിയെന്ന് അവൾ എന്നോട് പറഞ്ഞു. പക്ഷെ അവൾക്ക് ഭയങ്കര വിഷമം. അപ്പോൾ എന്നോട് പറഞ്ഞു, എടി നീ ഇതൊരു വീഡിയോ ആയിട്ട് നീ ചെയ്യണം, എവിടെയെങ്കിലും ഇരുന്ന് ആ മക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ അമ്മയ്ക്കൊരു കരുതൽ അവർ കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വിഷമം എന്നെയും വല്ലാതെ അലട്ടി കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത്. ദൈവത്തിൻ്റെ കോടതിയിൽ അവർക്ക് ദൈവം നല്ലത് വിധിക്കുകയോ മോശം വിധിക്കുകയോ ചെയ്യട്ടെ, അത് നമ്മൾക്കറിയില്ല. കാരണം ഇത്രയും നല്ലൊരമ്മ അല്ലെങ്കിലും അമ്മയെ നോക്കണം, അത് വേറെ കാര്യം. എങ്കിൽ പോലും ഇത്രയും മക്കൾക്ക് വേണ്ടി അവരുടെ ഊർജവും അവരുടെ സമയവും മുഴുവനും വിദേശത്തിരുന്ന് കളഞ്ഞ അവസാനം അവർ വയ്യാതെ വന്നപ്പോൾ അവരെ നിഷ്കരുണം തള്ളിക്കളഞ്ഞ ഈ അമ്മയോട് അവർ ചെയ്ത ഈ ക്രൂരതയ്ക്ക് ദൈവം അവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത്?
നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? നിങ്ങളുടെ കമൻറ്റ് താഴെ എഴുതുക. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ. ഇങ്ങനെയുള്ള മക്കളും ഉണ്ടല്ലേ ഇന്നത്തെ കാലത്ത്. എന്ത് പറയാനാണ്, ലോകം ഇങ്ങനെ ആയിപ്പോയി.